ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്നേഹാം വ്ലോഗ്. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ വീഡിയോ എന്താ ഞാനീ പറയണേ? ഓ മൈ ഗോഡ്, ഇന്ന് തിങ്കളാഴ്ചയല്ലേ, ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സൺഡേ ഈവനിങ് വ്ലോഗ് റെക്കോർഡ് ചെയ്തിട്ട് തിങ്കളാഴ്ച കൊണ്ട് പോസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ സൺഡേ വീഡിയോ എടുത്തിട്ടുണ്ട്. ഒരു ഈവനിങ് ടു നൈറ്റ് ഉള്ള ഒരു ചെറിയൊരു വീഡിയോ, നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചെറിയ വീഡിയോ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇടുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഞായറാഴ്ച വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം തെളിഞ്ഞൊരു പ്രകൃതിയായിരുന്നു, ആകാശമായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം നടന്നു. കുഞ്ഞാറ്റ സൈക്കിൾ ഔട്ടി, ദേവായിൻ്റെ പിന്നാലെ ഓടി, പിന്നെ മുട്ടുകുത്തി വീണു, പിന്നെ വർത്തനൊക്കെ പറഞ്ഞ് കരഞ്ഞു വീണ് അകത്ത് കയറി. 5 മണിയാകുമ്പോഴത്തേക്കും കുഞ്ഞുവിന് കുംഫുവിന് ക്ലാസ് ഉണ്ട്. കുംഫു അവൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുംഫുവിന് പോകണം. അപ്പോൾ 5 മണിയാകുമ്പോഴത്തേക്കും അവൾക്ക് ചായയും കടിയും എന്തെങ്കിലും കൊടുത്തിട്ട് വേണം ക്ലാസ്സിന് വിടാനായിട്ട്. കാരണം ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോൾ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ആളാവശ്യതയാവില്ലേ. ഒരു സ്റ്റെപ്പ് അപ്പുറത്താണ്, കുറച്ച് നടന്നാൽ മതി. കുറച്ച് നടന്നു പോകണം. അപ്പോൾ അതുകൊണ്ട് 2 മണിക്കൂർ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആവശ്യമാവില്ലേ. അപ്പോൾ ചായ കൊടുത്തിട്ട് വിടാമെന്ന് വെച്ച് അവളെ ചായ കൊടുത്ത്, പിന്നെ ഞാൻ ചക്ക ഉണ്ടാക്കാൻ വേണ്ടി ചക്കയൊക്കെ നന്നാക്കി വെച്ചിട്ട് ദേവേനെ കിടത്തുറക്കിയിട്ട് ഞാൻ കുളിച്ച് വന്ന് ഞാനും ചായ കുടിക്കായിരുന്നു. ചായ കുടി കഴിഞ്ഞിട്ട് നമുക്ക് ചക്ക നന്നാക്കി എടുക്കണം, അടയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യണം. അത് മാത്രമല്ല അമ്മ പറഞ്ഞു നമുക്ക് മാങ്ങാക്കറി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അമ്മ നല്ല അടിപൊളിയായിട്ട് മാങ്ങാക്കറി വെക്കും കേട്ടോ. അങ്കമാലി സ്റ്റൈല് നല്ല 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 കിടുക്കാച്ചിയായിട്ട് മാങ്ങാക്കറി വെക്കും. അപ്പോൾ അമ്മ മാങ്ങാക്കറി വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് തേങ്ങ ചിരകി കൊടുക്കണം. പിന്നെ ചക്ക അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്തായിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോഴത്തേക്കും 5:30 ആവുന്നുണ്ടായുള്ളൂ. ഞാൻ നൂഡിൽസ് കണ്ടിരുന്നു ചായക്ക്. അപ്പോൾ നൂഡിൽസും കട്ടൻ ചായ എടുത്തു. ടി വി വെച്ചപ്പോൾ ടി വിയിൽ ഏതോ ഒരു സിനിമ ഉണ്ടായിരുന്നു, അത് ഈ നൂഡിൽസ് തീരണവരെ കണ്ടുള്ളൂ. പിന്നെ ഞാൻ ഓഫ് ചെയ്തു. അപ്പോഴത്തേക്കും ദേവ പതുക്കെ എണീറ്റ് തുടങ്ങി. പിന്നെ ദേവിക്ക് ചായ കൊടുത്തു. പിന്നെ തേങ്ങ ചിരകി കുറച്ച് നേരം അവനെ ടി വി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ അവൻ ഇരുന്ന് തരും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം തേങ്ങ ചിരകി തേങ്ങ കൊത്തി നുറുക്കി. തേങ്ങാക്കൊത്തായിട്ട് എടുക്കാനുള്ളത് തേങ്ങാക്കൊത്തായിട്ട് എടുത്തു. അതിനുശേഷം നമുക്ക് ചക്ക ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ അടയ്ക്ക് റെഡിയാക്കണം. അടയ്ക്ക് വേണ്ടി കുഴച്ചെടുക്കണം. ചക്ക നമ്മൾ കുക്കറിലിട്ട് കുറച്ച് ജീരകം, കുറച്ച് ഏലക്കയും പിന്നെ കുറച്ച് ശർക്കരയും കൂടി ഇട്ടിട്ട് നമ്മൾ അടിച്ച് ഇങ്ങനെ കുഴച്ചെടുത്തതാണ്. നമ്മൾ കുഴച്ചെടുക്കണം, അങ്ങനെ എടുത്തതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെയാണോ കുക്കറിലിട്ട് ചക്ക ആദ്യം അടിച്ചെടുത്തിട്ടാണോ നിങ്ങൾ അട ചൂടാറ്? എന്തായാലും അത് കമൻ്റായിട്ട് തന്നെ അറിയിക്കണം. പിന്നെ തേങ്ങാക്കൊത്തൊക്കെ റെഡിയാക്കി എടുത്തു. അപ്പോഴത്തേക്കും അമ്മ അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ. ചില ദിവസങ്ങളിൽ അമ്മ പോയി വിളിച്ചിട്ട് വരും, ചില ദിവസങ്ങളിൽ ഇവിടെ അടുത്തുള്ള പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ അവരുടെ പാരൻസ് ചിലർ വണ്ടിക്കാണ് കൊണ്ടുപോകുന്നത്, തിരിച്ച് കൊണ്ടുവരുന്നതൊക്കെ. അപ്പോൾ അവരുടെ കൂടെ ചില ദിവസങ്ങൾ വരും. എങ്ങനെയായാലും നമ്മൾ റെയിൻകോട്ട് കൊടുത്ത് വിടാറുണ്ട് അവൾക്ക്. ഇനിയിപ്പോൾ അഥവാ വണ്ടിക്കാണെങ്കിൽ തന്നെ കുട പിടിച്ചിട്ട് പറ്റില്ലല്ലോ, അപ്പോൾ റെയിൻകോട്ട് ഇട്ടാലല്ലേ പറ്റത്തുള്ളൂ. അവർ 2 വീലറിനൊക്കെ വരുന്നത്. അപ്പോൾ റെയിൻകോട്ട് അവളുടെ കയ്യിൽ കൊടുത്തു വിടും. നടന്നു വരാണെങ്കിലും വണ്ടിക്ക് വരാണെങ്കിലും റെയിൻകോട്ട് ഇട്ടാണ് അവൾ വരാറ്. അപ്പോഴത്തേക്കും അമ്മയുടെ പണികൾ തുടങ്ങി. മാങ്ങയൊക്കെ നന്നാക്കാൻ തുടങ്ങി. മാങ്ങയും സവാളയും ഒക്കെ തൊലി കളഞ്ഞ് നന്നാക്കാം എന്നൊക്കെ പറഞ്ഞ് 2 പേര് വേഗം അമ്മേനെ ചുറ്റിപ്പറ്റി. ഞാനല്ല കേട്ടോ, 2 സന്തതി പരമ്പരകൾ അവർ നന്നാക്കാമെന്ന വ്യാജേന അത് തിന്നു തീർക്കുകയായിരുന്നു. അപ്പോൾ അത് തിന്നുന്ന കുറച്ച് ആൽക്കൊലത്ത് പ്രകടനങ്ങളാണ് നിങ്ങളിപ്പോൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാങ്ങ എന്ത് കൂട്ടി തിന്നാം, മാങ്ങ ഉപ്പ് കൂട്ടി തിന്നാം, അതുമാത്രമല്ല മാങ്ങ ഉപ്പ് കൂട്ടി എങ്ങനെ തിന്നാം, മാങ്ങ ഉപ്പ് കൂട്ടി ഇങ്ങനെ തിന്നാം എന്നുവരെ നമുക്ക് ലൈവായിട്ട് കാണുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചക്ക അട ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം കുഴച്ച് സെറ്റാക്കി തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഒരു പിടി പിടിച്ച് കുഴച്ച് മറച്ച് തിരുമ്മിയെടുത്ത് നമ്മൾ അടക്കി വെച്ചു. പുതിനയില അല്ലല്ലോ, ഇടനേല ഉണ്ടായിരുന്നില്ല കേട്ടോ. 2-3 എണ്ണം കിട്ടി. അതിൽ കൂടുതലും ഇല കേടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഇടനേലയും പിന്നെ കുറച്ച് വാഴയിലയും പിന്നെ കുറച്ച് പ്ലാവിലയും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ ചിലർ വട്ടയിലയിൽ ഇടും കേട്ടോ, അട ഉണ്ടാക്കും. ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വട്ടയിലയിൽ. ഇതിലേത് ഇലയാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇടനയിലേക്കാണ്. ഇടനയിലേക്ക് ഒരു
നല്ലൊരു സ്മെല്ലുണ്ട്. അതിൽ വെക്കുന്ന അടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് എത്ര പേർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് എന്നെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. പിന്നെ പ്ലാവിലയും മാവിലയും പോട്ടെ, വാഴയിലയും തേക്കിലയൊക്കെ ഉണ്ടാക്കിയാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല. പക്ഷേ ഇടനിലയ്ക്കൊരു പ്രത്യേക ഒരു മണമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം ഇഡ്ഡലി ചെമ്പിൽ കുത്തിത്തിരുകി നമ്മൾ അടുപ്പിൽ വെച്ചു. അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ അരി, പിന്നെ കുളിക്കാനുള്ള വെള്ളം, പിന്നെ ഇഡ്ഡലി ചെമ്പിൽ എന്തൊക്കെ ആവിയേറ്റാൻ വെക്കുന്നോ അതൊക്കെ നമ്മൾ കൂടുതലും അടുപ്പിലാണ് വെക്കാറ്. പിന്നെ എല്ലാവരും വന്നു കഴിയുമ്പോൾ എല്ലാ വീട്ടുകാരും എല്ലാവരും ഒരുമിച്ചുള്ള സമയത്ത് നമ്മൾ അടുപ്പിലാണ്. ഇപ്പോൾ ബിരിയാണിയാണോ അല്ലെങ്കിൽ ചിക്കൻ കറി ആയിക്കോട്ടെ, മാങ്ങക്കറി ആയിക്കോട്ടെ, ബീഫ്, പോർക്ക് എന്താണെങ്കിലും നമ്മൾ കൂടുതലും അടുപ്പിലാണ് വെക്കാറ്. ഗ്യാസിൽ നമ്മൾ ചെറിയ ചെറിയ രീതികളിലാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ചായ, കുടിക്കാനുള്ള വെള്ളം, അങ്ങനെ ചെറിയ ചെറിയ ഒലത്ത് കറികൾ അങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് ഗ്യാസിലാണ് ചെയ്തെടുക്കാറ്. വലിയ വലിയ കറികൾ സമയം എടുക്കുകയാണെങ്കിൽ നമ്മൾ അടുപ്പിലാണ് കൂടുതലും വെക്കാറ്. അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു. അപ്പോഴത്തേക്കും അമ്മയുടെ മാങ്ങക്കറി റെഡിയായി ഗൈസ്. ഇന്ന് കുറച്ച് വൈകിപ്പോയി, 9:30 ആയി. എങ്കിലും മാങ്ങക്കറിക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. മാങ്ങക്കറി ആയപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറിയുടെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി, മാങ്ങക്കറി കൂട്ടി, പിന്നെ നാരങ്ങ ഉണ്ടായിരുന്നല്ലോ, നാരങ്ങ ഉണ്ടായിരുന്നു. നാരങ്ങ അച്ചാറും കൂട്ടി ഒരു പിടി പിടിച്ചു. പിന്നെ ദേവേനെയും കുഞ്ഞാറ്റേനെയും നമ്മൾ താഴെ ഇരുത്തിയേക്കുന്നതല്ല, ദേവേനെ താഴെ ഇരുത്തിയാണ് ചോറ് കൊടുക്കാറ്. കാരണം അവൻ തിന്നുന്നിടത്ത് ചോറ് എന്താ പറയുക, പൂക്കൾ വിടർത്തിയിട്ട പോലെ ആയിരിക്കും ചോറ് എടുക്കണം, അത്തപ്പൂക്കളം പോലെ. അതുകൊണ്ട് അവനെ താഴെ ഇരുത്തിയാണ് കൊടുക്കാറ്. അപ്പോൾ അവൻ്റെ കൂട്ടത്തിൽ കുഞ്ഞാറ്റയും പോയി ഇരുന്നെന്നുള്ളൂ. അല്ലാതെ രണ്ടുപേരും താഴെ ഇരുത്തിയേക്കുന്നതല്ല. കുഞ്ഞിനെ താഴെയാണ് ഇരുത്താറ്, കുഞ്ഞാറ്റ കൂടെ പോയി ഇരുന്നതാണ്. പിന്നെ എന്താണ്, പിന്നെ അപ്പോഴത്തേക്കും അട റെഡിയായി. അപ്പോൾ അടയും കൂടി ഞങ്ങൾ തിന്നിട്ടാണ് കിടന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.